മേധയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PYQ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് വാസ് മെയ്ഡ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് ഫ്രം? ആൻസർ ഓപ്ഷൻ എ, മാർച്ച് 1 1966. കോപ്പറേറ്റീവ് ബാങ്ക്സിന് BR ആക്ട് ആപ്ലിക്കബിൾ ആയത് മാർച്ച് 1 1966 10-50/2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. BR ആക്ട് പാസ് ചെയ്തത് മാർച്ച് 10 1949. ഇതിന്റെ ആക്ട് നമ്പർ 10 ആണ്. BR ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് മാർച്ച് 16 1949. The Banking Companies Act 1949 was renamed as the Banking Regulation Act 1949 in 1966. ആദ്യം ഇതിന്റെ പേര് ബാങ്കിംഗ് കമ്പനീസ് ആക്ട് 1949 എന്നായിരുന്നു. പിന്നീട് അത് 1966 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 എന്നാക്കി. BR ആക്ടിൽ ടോട്ടൽ സെക്ഷൻസ് 56, ടോട്ടൽ ഷെഡ്യൂൾസ് 5ഉം പാർട്സ് 5ഉമാണ്. സെക്ഷൻസ് 56, ഷെഡ്യൂൾസ് 5, പാർട്സ് 5. The Banking Regulation Act was made applicable to cooperative society from 1st March 1966. കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് BR ആക്ട് ആപ്ലിക്കബിൾ ആയത് 1st മാർച്ച് 1966 The Banking Regulation Act was made applicable to Jammu Kashmir in 1956. BR ആക്ട് ജമ്മു കാശ്മീരിന് ആപ്ലിക്കബിൾ ആയത് 1956. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ BR ആക്ടിന് 5 പാർട്സ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. പാർട്ട് 1 പ്രിലിമിനറി. പാർട്ട് 1 ആണ് പ്രിലിമിനറി. പാർട്ട് 2 ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനി. പാർട്ട് 2 ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനി. പാർട്ട് 3 പറയുന്നത് സസ്പെൻഷൻ ഓഫ് ബിസിനസ് ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. സസ്പെൻഷൻ ഓഫ് ബിസിനസ് ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. പാർട്ട് 4 മിസ്സെലേനിയസ്. പാർട്ട് 5 ആപ്ലിക്കേഷൻ ഓഫ് ദ ആക്ട് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആപ്ലിക്കേഷൻ ഓഫ് ദ ആക്ട് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇത്രയുമാണ് BR ആക്ടിലെ 5 പാർട്സ്. നമുക്ക് ഷെഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഷെഡ്യൂൾസും 5 എണ്ണമാണ് വരുന്നത്. ഫസ്റ്റ് ഷെഡ്യൂളില് അമെൻമെന്റ്സ്, സെക്കൻഡ് ഷെഡ്യൂളില് റിപ്പീൽഡ്, തേർഡ് ഷെഡ്യൂളിൽ പറയുന്നത് ഫോംസ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ഫോംസിനെ പറ്റിയാണ് തേർഡ് ഷെഡ്യൂളിൽ പറയുന്നത്. There are total of 16 schedule inside the third schedule. തേർഡ് ഷെഡ്യൂളിൽ അതിന്റെ ഉള്ളിൽ 16 ഷെഡ്യൂൾസ് ടോട്ടൽ ആയിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ബാലൻസ് ഷീറ്റിൽ 12 ഷെഡ്യൂൾസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 4 ഷെഡ്യൂൾസ്. ഇത് തേർഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നതാണ്. നാലാമത്തെ ഷെഡ്യൂളിൽ വരുന്നതാണ് ലിസ്റ്റ് ഓഫ് ഡെപ്റ്റേഴ്സ്. അഞ്ചാമത്തെ ഷെഡ്യൂളിൽ പ്രിൻസിപ്പിൾ ഓഫ് കോമ്പൻസേഷൻ. ഷെഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. ഫസ്റ്റ് ഷെഡ്യൂളിൽ അമെൻമെന്റ്സ്, സെക്കൻഡ് ഷെഡ്യൂളിൽ റിപ്പീൽ, തേർഡ് ഷെഡ്യൂളിൽ ഫോംസ് ഓഫ് ബാലൻസ് ഷീറ്റ്, ഫോർത്ത് ഷെഡ്യൂളിൽ ലിസ്റ്റ് ഓഫ് ഡെപ്റ്റേഴ്സ്, ഫിഫ്ത് ഷെഡ്യൂളിൽ പ്രിൻസിപ്പിൾ ഓഫ് കോമ്പൻസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റുപ്പേ കാർഡ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ? റുപ്പേ കാർഡ് ലോഞ്ച് ചെയ്തത് 2012 ഓപ്ഷൻ ബി. റുപ്പേ കാർഡ് എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് കാർഡാണ്. റുപ്പേ കാർഡ് ഇസ് എ ഡൊമസ്റ്റിക് കാർഡ് പേയ്മെന്റ് സർവീസ് ലോഞ്ച്ഡ് ബൈ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതായത് NPCI ആണ് ഇത് ലോഞ്ച് ചെയ്തത്. മാർച്ച് 26, 2012 റുപ്പേ കാർഡ് വന്നത്. റുപ്പേ ഈസ് ആൻ ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് പേയ്മെന്റ് സിസ്റ്റം.
റുപ്പി ഒരു ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് പേയ്മെന്റ് സിസ്റ്റം ആണ്. RuPay supports the issuance of debit, credit, and prepaid cards by banks in India. നമ്മുടെ ബാങ്ക്സിൽ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും പ്രീപെയ്ഡ് കാർഡിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് RuPay ആണ്. RuPay supports the issuance of debit, credit, and prepaid cards. Sri Pranab Mukherjee launched the RuPay card payment network to the nation on May 8, 2014 in a function of Rashtrapati Bhavan. രാഷ്ട്രപതി ഫംഗ്ഷനിൽ വെച്ചാണ് ശ്രീ പ്രണബ് മുഖർജി RuPay കാർഡ് പേയ്മെന്റ് നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്തത്. അതിന്റെ ഡേറ്റ് വരുന്നത് May 8, 2014. RuPay എന്ന് പറയുന്നത് രണ്ട് വേർഡ്സിന്റെ കോമ്പിനേഷൻ ആണ്. RuPay is a combination of two words, rupee and payment. Rupee and payment. It was created to fulfill the Reserve Bank of India's vision. RuPay കാർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് RBIയുടെ വിഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The main objective of RuPay project is to reduce overall transaction cost for the banks in India. RuPayയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ reduce overall transaction cost. അത് കുറയ്ക്കുക എന്നുള്ളതാണ് RuPay കാർഡിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. Next question. Which type of account holder can overdraw the amount from his or her? And answer option A, current. ഇനി കറണ്ട് ഡെപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം. കറണ്ട് ഡെപ്പോസിറ്റ് മറ്റൊരു പേരാണ് റണ്ണിങ് അക്കൗണ്ട്, ആക്റ്റീവ് അക്കൗണ്ട്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഇതിനെയൊക്കെ കറണ്ട് ഡെപ്പോസിറ്റ് എന്നാണ് പറയുന്നത്. റണ്ണിങ് അക്കൗണ്ട്, ആക്റ്റീവ് അക്കൗണ്ട്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്. These accounts are intended for businessmen, traders, joint stock companies, institutions, public authorities, and public corporation. ഇത് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ബിസിനസ്മാനും ട്രേഡേഴ്സിനും ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പബ്ലിക് അതോറിറ്റീസിനും ആൻഡ് പബ്ലിക് കോർപ്പറേഷൻസിനുമാണ്. ചെക്ക് ബുക്ക് ഫെസിലിറ്റീസ് പ്രൊവൈഡ്. കറണ്ട് അക്കൗണ്ടിൽ ചെക്ക് ബുക്ക് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എ കസ്റ്റമർ ഈസ് അലൗഡ് ടു ഡ്രോ ചെക്ക് ആൻഡ് വിഡ്രോ മണി അറ്റ് എനി ടൈം ഓൺ ഡിമാൻഡ്. കറണ്ട് അക്കൗണ്ടിൽ കസ്റ്റമറിന് ഏത് സമയത്തും വിഡ്രോ ചെയ്യാൻ പറ്റും. മണി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് എനി നമ്പർ ഓഫ് ടൈം. എത്ര വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാനും കറണ്ട് അക്കൗണ്ടിൽ പറ്റും. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. കറണ്ട് അക്കൗണ്ടിൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് ആർ ഗിവൺ ഫോർ ദിസ് അക്കൗണ്ട്. ബാങ്ക്സ് പ്രൊവൈഡ് നോ ഇൻട്രസ്റ്റ് ഫോർ ദിസ് അക്കൗണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കറണ്ട് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബാങ്ക് ചാർജസ് ആപ്ലിക്കബിൾ. കറണ്ട് അക്കൗണ്ടിന് ബാങ്ക് ചാർജസ് ആപ്ലിക്കബിൾ ആണ്. ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ ഈസ് കമ്പൽസറി ഫോർ കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിന് ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ കമ്പൽസറി ആണ്. നോൺ ട്രേഡേഴ്സ്, മൈനേഴ്സ്, ഗാർഡിയൻ ഓഫ് ബിഹാഫ് ഓഫ് മൈനർ ആൻഡ് ഇല്ലിറ്ററേറ്റ്സ് ആർ നോട്ട് എലിജിബിൾ ടു ഓപ്പറേറ്റ് കറണ്ട് അക്കൗണ്ട്. നോൺ ട്രേഡേഴ്സിനും മൈനേഴ്സിനും ഇല്ലിറ്ററേറ്റ് പേഴ്സണിനൊന്നും കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നോൺ ട്രേഡേഴ്സ്, മൈനേഴ്സ്, ഗാർഡിയൻ ഓൺ ബിഹാഫ് ഓഫ് മൈനർ, ഇല്ലിറ്ററേറ്റ്സ് ഇവർക്കൊന്നും പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്രിപ്കോ വാസ് രജിസ്റ്റേർഡ് ഡാഷ് അണ്ടർ ആക്ട്. ഏത് ആക്ട് പ്രകാരമാണ് ക്രിപ്കോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഈ ക്വസ്റ്റ്യൻ എല്ലാം 10/9/2024 നിന്ന് എടുത്തിട്ടുള്ളതാണ്. ക്രിപ്കോയുടെ ഫുൾ ഫോം ആണ് കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ്. കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നോയിഡ, UP. ക്രിപ്കോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് April 17, 1980. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. ഏത് ആക്ട് പ്രകാരമാണ് ക്രിപ്കോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന്.
Multi-State Cooperative Societies Act 2002. CRIPCO also called World Premium Fertilizers Producing Cooperatives. ക്രിപ്കോനെ തന്നെയാണ് വേൾഡ് പ്രീമിയം ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ക്രിപ്കോയുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് യൂറിയ, അമോണിയ, ബയോ ഫെർട്ടിലൈസർ, ആർഗൺ സീഡ്സ്. മെയിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂറിയ, അമോണിയ, ബയോ ഫെർട്ടിലൈസർ, ആർഗൺ സീഡ്സ്. ക്രിപ്കോയുടെ അമോണിയം പ്ലാന്റ് ഹാസിറ ഗുജറാത്തിലാണ്. അമോണിയം പ്ലാന്റ് ഹാസിറ ഗുജറാത്ത്. ക്രിപ്കോയുടെ ഫൗണ്ടർ MD മിസ്റ്റർ പോൾ പോത്തൺ. മിസ്റ്റർ പോൾ പോത്തൺ ആണ് MD. ക്രിപ്കോയുടെ അതർ ഫാക്ടറീസ് ആണ് വാരണാസി UP, ലാഞ്ച മഹാരാഷ്ട്ര. ഇവിടെ രണ്ടിടത്തും ക്രിപ്കോയുടെ ഫാക്ടറീസ് ഉണ്ട്. വാരണാസി UP, ലാഞ്ച മഹാരാഷ്ട്രയിലും. ക്രിപ്കോയുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഉള്ളത് ഹാസിറ ഗുജറാത്തിലാണ്. നെക്സ്റ്റ് ക്രിപ്കോയുടെ സബ്സിഡിയറീസ് ആയിട്ട് വരുന്നത് KFL, ക്രിപ്കോ അഗ്രി ബിസിനസ് ലിമിറ്റഡ്. ഇതൊക്കെയാണ് ക്രിപ്കോയുടെ സബ്സിഡിയറീസ്. KFL, ക്രിപ്കോ അഗ്രി ബിസിനസ് ലിമിറ്റഡ്. ക്രിപ്കോയുടെ ജോയിന്റ് വെഞ്ചേഴ്സ് നോക്കാം. ഒമിഫ്കോ, ക്രിപ്കോ ഷ്യാം ഫെർട്ടിലൈസർ ലിമിറ്റഡ്, ഇത് KSFL. നെക്സ്റ്റ് ജോയിന്റ് വെഞ്ചർ ആണ് ക്രിപ്കോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, KRIL. ഇതൊക്കെ ജോയിന്റ് വെഞ്ചേഴ്സ് ആണ് ക്രിപ്കോയുടെ. നോക്കാം. ഫൗണ്ടർ MD മിസ്റ്റർ പോൾ പോത്തൺ ആണ്. ക്രിപ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നോയിഡ UP. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 17, 1980 ആക്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 പ്രകാരമാണ് വേൾഡ് പ്രീമിയം ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസിംഗ് കോപ്പറേറ്റീവ്സ് എന്നാണ് ക്രിപ്കോയെ വിളിക്കുന്നത്. മെയിൻ പ്രോഡക്ട്സ് യൂറിയ, അമോണിയ, ബയോ ഫെർട്ടിലൈസർ, ആർഗൺ സീഡ്സ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ നാഷണൽ ലെവൽ ബോഡി റെസ്പോൺസിബിൾ ഓഫ് ഓർഗനൈസിംഗ് പ്രോഗ്രാംസ് ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ കോപ്പറേറ്റീവ് സെക്ടേഴ്സ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ B, NCCT. NCCTയുടെ ഫുൾ ഫോം ആണ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. കൗൺസിൽ ആണെന്നുള്ളത് ശ്രദ്ധിക്കണം. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1 ജൂലൈ 1966. NCCT ഫംഗ്ഷൻ ആരംഭിച്ചത് ജൂലൈ 18, 1976. NCCT റെക്കമെൻഡ് ചെയ്തത് MS സ്വാമിനാഥൻ കമ്മിറ്റിയാണ്. സ്വാമിനാഥൻ കമ്മിറ്റിയുടെ വർഷം വരുന്നത് 1973. NCCTയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ന്യൂഡൽഹി. ഇത് ഫോം ചെയ്തത് 5th 5-year പ്ലാനിലാണ്. NCCT രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1816 പ്രകാരമാണ്. നാഷണൽ ലെവൽ ഏജൻസി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഈസ് NCCT. നമ്മുടെ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ നാഷണൽ ലെവൽ ഏജൻസി ഏതാണെന്ന് ചോദിച്ചാൽ അത് NCCT ആണ്. NCCT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് NCUA ആണ്, വിത്ത് ദ അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ഇതിന് അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് NCUA ആണ്. NCCT 3 ടയർ സ്ട്രക്ചർ ആണ്. NCCT 3 ടയർ. അതിന്റെ അപ്പെക്സ് ലെവലിൽ വരുന്നതാണ് വാൻവിക്കോ. മിഡിൽ ലെവലിൽ 5 RICM, 14 ICM ആണ് വരുന്നത്. RICM എന്ന് വെച്ചാൽ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. ICM എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. 5 RICM, 14 ICM. ലോവർ ലെവലിൽ വന്നതാണ് ജൂനിയർ ട്രെയിനിങ് സെന്റേഴ്സ്. 107 ജൂനിയർ ട്രെയിനിങ് സെന്റേഴ്സ് ആണ് ഉള്ളത്. കേരളത്തിൽ 2 ICM ആണ് വർക്കിംഗ് ഉള്ളത്. പൂജപ്പുര തിരുവനന്തപുരവും പഴശ്ശിനിക്കടവ് കണ്ണൂരും. പൂജപ്പുര തിരുവനന്തപുരം, പഴശ്ശിനിക്കടവ് കണ്ണൂര്. ഇതാണ് കേരളത്തിലുള്ള 2 ICM.
പാക്സോഫ്റ്റ് 2000 ഈസ് റിലേറ്റഡ് ടു ICM. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പാക്സോഫ്റ്റ് 2000 ഈസ് റിലേറ്റഡ് ടു ICM. ICM ആയിട്ട് ബന്ധപ്പെട്ടതാണ് പാക്സോഫ്റ്റ് 2000. NCCTയുടെ പ്രസിഡന്റ് ആണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ, അതായത് അമിത് ഷാ. NCCTയുടെ ഫസ്റ്റ് ചെയർമാൻ DG കാർവേ ആണ്. നമുക്ക് ഒന്നും കൂടി നോക്കാം. NCCT ഫുൾ ഫോം നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1 ജൂലൈ 1976. ഫംഗ്ഷനിങ് 18 ജൂലൈ 1976. റെക്കമെൻഡ് ചെയ്തത് MS സ്വാമിനാഥൻ കമ്മിറ്റി. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ഫോം ചെയ്തത് 5th 5-year പ്ലാൻ. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരം. കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് NCUI. 3-tier സ്ട്രക്ചർ ആണ്. അപ്പെക്സ് ലെവലില് വാംനിക്കോ, മിഡിൽ ലെവലില് 5-6 ICM, 14 ICM, ലോവർ ലെവലില് ജൂനിയർ ട്രെയിനിങ് സെന്റേഴ്സ്. കേരളത്തിൽ 2 ICM, പൂജപ്പുര തിരുവനന്തപുരവും പഴശ്ശിനിക്കടവ് കണ്ണൂരും. ICMയുമായി ബന്ധപ്പെട്ടതാണ് പാക്സോഫ്റ്റ് 2000. പ്രസിഡന്റ് അമിത് ഷാ, ഫസ്റ്റ് ചെയർമാൻ DG കാർവേമാണ്. ഇന്ന് ഇത്രയുമാണ് നോക്കുന്നത്. താങ്ക് യു.